ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കണ്ടെത്താനായി ഞങ്ങൾ ചുറ്റുപാടുള്ളവരുമായി ചർച്ച ചെയ്തപ്പോൾ അവരിലെ കൂടുതൽ ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് ജലാശയത്തിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ കുറിച്ചാണ്. അപ്പോൾ ഇതറിഞ്ഞ ഉടനെ ഞങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു. പ്രശ്നത്തിന്റെ കാരണങ്ങൾ: 1. അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ. 2. അലസമായി വലിച്ചെറിയുന്ന കുപ്പികൾ, കടലാസ് മുതലായ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത്. 3. ഫാക്ടറികൾ, ആശുപത്രികൾ, കടകൾ മുതലായവയിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത്. പ്രശ്നങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ: കടൽ, കുളം, കിണർ, നദി, അരുവി, തോടുകൾ എന്നിവയിൽ നിന്ന് പ്രശ്നം കണ്ടെത്തി. പ്രശ്നം നേരിടുന്നവർ: ജലാശയത്തിലെ മത്സ്യങ്ങൾ, ചെറുജീവികൾ, സസ്യങ്ങൾ, മനുഷ്യൻ എന്നിവർ പ്രശ്നം നേരിടുന്നു. പ്രശ്നത്തിന്റെ പ്രത്യാഘാതങ്ങൾ: മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം ജലാശയങ്ങളിലെ മത്സ്യങ്ങൾ, ചെറുജീവികൾ, ജീവജാലങ്ങൾ, മനുഷ്യർ, ചെറുസസ്യങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു. ശുദ്ധമായ ജലം ലഭിക്കാതെ വരുന്നു. ജലാശയങ്ങൾ വൃത്തിഹീനമാവുകയും അടുത്തുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ജലാശയത്തിലെ മാലിന്യങ്ങൾ മൂലം ദുർഗന്ധം ഉണ്ടാകുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഞങ്ങൾ ഹരിതകർമ്മ സേനയിലെ ജീവനക്കാർ, ജലാശയത്തിന് സമീപത്ത് താമസിക്കുന്ന ജനങ്ങൾ, കൂടാതെ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുമായി ചർച്ച ചെയ്തു. ഞങ്ങളുടെ ടീം കൊണ്ടുവന്ന ഒരു പ്രശ്ന പരിഹാരമാണ് ജലശുചീകരണ ബോട്ട്. ഈ ബോട്ട് ഉപയോഗിച്ച് നമുക്ക് ജലാശയങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാം. ഇത് പ്രവർത്തിപ്പിച്ചാൽ മാലിന്യങ്ങൾ ഓരോന്നായി ഈ ഉപകരണത്തിലെ മാലിന്യ നിക്ഷേപ ബാസ്ക്കറ്റിൽ എത്തിച്ചേരും. ഇതിലൂടെ നമുക്ക് ജലം ശുദ്ധീകരിക്കാം. ഇവ മത്സ്യങ്ങൾക്കും ജീവികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും സഹായകരമാകും. ഇതാണ് ഞങ്ങൾ ഉപയോഗിച്ച ജലശുചീകരണ ബോട്ട്. ഇതിലൂടെ നമുക്ക് ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് ലഭിച്ചത്. ഇതിലൂടെ മത്സ്യങ്ങൾക്ക് ശുദ്ധമായ ജലം ലഭിച്ചു. കൂടാതെ ജലാശയങ്ങൾക്ക് സമീപം താമസിക്കുന്ന ജനങ്ങൾക്ക് ശുദ്ധവായു, ശുദ്ധജലം എന്നിവ ലഭിക്കുകയും വൃത്തിയുള്ള ചുറ്റുപാടുകൾ ലഭിക്കുകയും ചെയ്തു. പരിസ്ഥിതി സംരക്ഷണം എന്ന സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ജലാശയത്തിന് സമീപത്ത് ബോധവൽക്കരണ പോസ്റ്ററുകൾ, നോട്ടീസുകൾ എന്നിവ സ്ഥാപിച്ചു. കൂടാതെ ബോധവൽക്കരണ ക്ലാസുകളും ഞങ്ങൾ സംഘടിപ്പിച്ചു. ഇത്തരത്തിൽ ശുദ്ധമായ ജലം ലഭിക്കാൻ ഈ ഉപകരണം കൊണ്ട് സാധ്യമായി.